കോട്ടക്കലിലെ ചരിത്ര ഭൂരിപക്ഷമാണ് ഇത്തവണ പ്രൊഫസർ കെ ആബിദ് ഹുസൈൻ തങ്ങൾ നേടിയിട്ടുള്ളത്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ഭൂരിപക്ഷം, രണ്ടും മലപ്പുറം ജില്ലയിലാണ്. ഇത്തരം ഒരു വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുമോ കോട്ടക്കലില്? അല്ല, കോട്ടക്കൽ ഞങ്ങൾ ഇപ്പോൾ പാർട്ടി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കണക്ക് കൂട്ടലനുസരിച്ച് ഏകദേശം 45-നടുത്ത് ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രവർത്തകന്മാരുടെ ഒരു കണക്ക് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. പക്ഷേ ഇത് അതിനപ്പുറത്തും പോയിരിക്കുകയാണ്. ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ട്രെൻഡ്, ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം, പ്രതികരണമൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ മുന്നോക്കമാണ്. മന്ത്രി പദവികളുടെ എണ്ണം സംബന്ധിച്ച കാര്യത്തിൽ ലീഗിന് എന്തെങ്കിലും താല്പര്യമുണ്ടോ? കൂടുതൽ 5-ൽ നിന്ന് 6-ലേക്ക് വരാനുള്ള സാധ്യത കൃത്യമായും പറഞ്ഞില്ല. നമ്മളിപ്പം അതിന്റെ ഒരു പ്രഷറൈസിങ് ഫാക്ടർ ആക്ട് മുസ്ലിം ലീഗ് ഒരിക്കലും ആകാറില്ല എന്ന് കുഞ്ഞാലി സാഹിബും തങ്ങളും കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ അത് വെച്ചല്ല മുസ്ലിം ലീഗിന് ആവശ്യമായത് അനുവദിച്ച് കിട്ടേണ്ടത് വേണ്ടത് എന്താ വെച്ചാൽ അത് പാർട്ടി കൂടി തീരുമാനിച്ച് അതിന്റെ നയവും നിലപാടുകളും ഒക്കെ വ്യക്തമാക്കുമായിരിക്കും. ലീഗിന് അത്തരത്തിലൊരു കാഴ്ചപ്പാട്, താല്പര്യം, പ്രത്യേകിച്ച് വി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഉപമുഖ്യമന്ത്രിയാനുള്ള സാധ്യതകളൊക്കെ? അല്ല, അത് പാർട്ടി നേതൃത്വം, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതിയും ഉത്തരവാദിത്തപ്പെട്ട ബഹുമാന്യരായ നേതാക്കന്മാരും ഇരുന്ന് ആലോചിച്ച് എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും മുന്നണിയുമായി സംസാരിക്കുക, മുന്നണി നേതൃത്വമായി, കോൺഗ്രസിന്റെ നേതൃത്വമായി സംസാരിക്കുക. അതൊക്കെ അവർ തീരുമാനിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അർഹതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനുള്ള ഒരു അർഹത മുസ്ലിം ലീഗിന് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, പാർട്ടി എന്നുള്ള നിലക്ക് പിന്നെ 22 അംഗങ്ങൾ മുസ്ലിം ലീഗിനെ വിജയിപ്പിക്കാൻ സാധിച്ചില്ല. 22 അംഗങ്ങളെ വിജയിപ്പിക്കാൻ സാധിച്ചു. മുസ്ലിമിന്റെ സ്ട്രെങ്തും മുസ്ലിമിന്റെ ശക്തിയും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യമാണല്ലോ. അതിന് പിന്നെ അതനുസരിച്ച് എന്താണോ മുന്നണി സംവിധാനത്തിൽ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ അത് ഗുണകരമായ തീരുമാനമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വിദ്യാഭ്യാസ മന്ത്രി ആരാവണമെന്ന ചർച്ചയിൽ താങ്കളുടെ പേരാണ് കൂടുതലായിട്ടും ഉയർന്നു കേൾക്കുന്നത്. പുറമേ നടക്കുന്ന ചർച്ചകളിലൊക്കെ മുസ്ലിം ലീഗിനകത്തും ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അല്ല, അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണെങ്കിലും പാർട്ടി പ്രവർത്തകന്മാരാണെങ്കിലും ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും പാർട്ടിയുടെ നേതൃത്വം എടുക്കുന്ന ഒരു തീരുമാനത്തെ അംഗീകരിച്ചു പോകുക എന്നുള്ളതാണ്. ആ നിലപാട് അവരേതാണോ സമയത്ത് വ്യക്തമാക്കും. അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകും. മുഖ്യമന്ത്രി, മറ്റ് മന്ത്രി പദവികൾ സംബന്ധിച്ച ചർച്ചകളാണ്. കോൺഗ്രസിനകത്ത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് വിജയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ 2-3 ആളുകളുടെ പേരിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതിൽ മുസ്ലിം ലീഗിന് എന്തെങ്കിലും ഒരു താല്പര്യം, മുസ്ലിം ലീഗിന്റെ അഭിപ്രായം, അല്ലെ മുസ്ലിം ലീഗ് ആരുടെ കൂടെ നിൽക്കുമെന്നാണ് കരുതേണ്ടത്? അല്ല, മുസ്ലിം ലീഗ് ആദരനായ തങ്ങൾ വളരെ വ്യക്തമായും പറഞ്ഞല്ലോ, ഹൈക്കമാൻഡ് എടുക്കുന്ന ഒരു തീരുമാനം, കോൺഗ്രസ് എടുക്കുന്ന ഒരു തീരുമാനം, അത് എന്താണോ അത് അംഗീകരിച്ചു പോകുക, അതിന്റെ കൂടെ നിന്ന് കൊടുക്കുക. അത് സ്വാഭാവികമായിട്ടും ഒരു ആശയവിനിമയം കോൺഗ്രസിന്റെ നേതൃത്വം മുസ്ലിം ലീഗുമായി മറ്റ് ഘടകകക്ഷികളുമൊക്കെ ആയി നടത്തുന്നുണ്ടാകും. ആ നടത്തുന്നതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നത് തങ്ങൾ കൃത്യമായും പറഞ്ഞതാണ്. അതിനനുസരിച്ച് മുന്നോട്ട് പോകും. വിനീഷ് തിരുവനൊപ്പം ഗോകുൽ കേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.